നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അണ്ടർ-21 പ്ലേയേഴ്സ് അങ്ങനെ പറയുമ്പോൾ പല ആളുകളുടെ പേരും നമ്മുടെ മനസ്സിലേക്ക് എത്തും. ഇപ്പോൾ ESPN FC ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ 10 സ്ഥാനത്ത് ആരൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും മികച്ച അണ്ടർ-21 പ്ലേയേഴ്സിൽ 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് സാവിഞ്ഞോയാണ്. ബ്രസീലിയൻ സൂപ്പർ താരം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം, 20-കാരനായിട്ടുള്ള കളിക്കാരൻ. പ്രീമിയർ ലീഗ് കരിയറിൽ അദ്ദേഹം ഇപ്പോൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മികച്ച ടെക്നിക്കൽ സ്കില്ല്, ചലഞ്ചസിൽ നിന്ന് ഇവോയ്ഡ് ചെയ്യാനുള്ള നാക്ക്, ഇതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു സൂപ്പർ പ്ലെയറാക്കി വളർത്തിയെടുക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. 20 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ട്രാൻസ്ഫർ വാല്യൂ ഇപ്പോൾ കണക്കാക്കുന്നത് 55 മില്യൺ യൂറോയാണ്. 9ാം സ്ഥാനത്ത് അലക്സാണ്ടർ പൗലോവിച്ചാണ്. DM ആയിട്ടും CM ആയിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ബയേൺ മ്യൂണിക്കിൻ്റെ താരം, ജർമ്മൻ താരം, 20-കാരനായിട്ടുള്ള താരം. അദ്ദേഹത്തെയും ഭാവിയിലെ സൂപ്പർ താരമായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വെച്ച് നോക്കി പലരും എക്സ് ബയേൺ സ്റ്റാർ ആയിട്ടുള്ള ഹാവി മാർട്ടീനസിനോടാണ് ഉപമിക്കുന്നത്. എന്തായാലും 50 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കപ്പെടുന്നത്. 8ാം സ്ഥാനത്ത് ഗാവിയാണ്. CM ആയിട്ട് കളിക്കുന്ന FC ബാഴ്സലോണയുടെ താരം, സ്പാനിഷ് താരം, 20-കാരനായിട്ടുള്ള താരം. അദ്ദേഹത്തിൻ്റെ മികവ് എല്ലാവർക്കും അറിയാം. ബാഴ്സലോണയുടെ മുന്നോട്ട് പോക്കിൽ അദ്ദേഹത്തിന് വലിയ റോൾ വഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 70 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. 7ാം സ്ഥാനത്ത് സാവി സിമോൺസ് ആണ്. നെതർലൻഡ്സിൻ്റെ താരം. ഇപ്പോൾ RB ലൈപ്സിഗിന് വേണ്ടി കളിക്കുന്നു. 21-കാരനായിട്ടുള്ള കളിക്കാരൻ. ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ വളർന്നിട്ടുള്ള കളിക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ട്രാൻസ്ഫർ വാല്യൂ 80 മില്യൺ യൂറോ കണക്കാക്കുന്നു. 6ാം സ്ഥാനത്ത് PSG ഫ്രഞ്ച് സൂപ്പർ താരം, 19-കാരൻ വാറൻ എമറി. CM ആയിട്ടും DM ആയിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള താരം. ഫ്രാൻസിൻ്റെ ഭാവിയിലെ ശക്തി ദുർഗമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ട്രാൻസ്ഫർ വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് 60 മില്യൺ യൂറോയാണ്. 5ാം സ്ഥാനത്ത് ജാവോ നവസാണ്. CM ആയിട്ട് കളിക്കുന്ന താരം, പാരീസ് സെൻ ജർമ്മൻ്റെ കളിക്കാരൻ, പോർച്ചുഗീസ് താരം. അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഭാവിയിൽ മധ്യനിര ഭരിക്കാൻ കെൽപ്പുള്ള ഒരാളായിട്ട് തന്നെ അദ്ദേഹത്തെ കണക്കാക്കുന്നു. 65 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കുന്നത്. പാവ് കുബാർസി, FC ബാഴ്സലോണയുടെ സെൻറ്റർ ബാക്ക്. ഈ ചെറിയ പ്രായത്തിൽ എന്തൊരു പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സയുടെ ഇത്തവണത്തെ മുന്നോട്ട് പോക്കിൽ യുവതാരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കുബാർസിയെ അതിൽ പ്രധാനിയായിട്ട് കണക്കാക്കുന്നു. 18-കാരനായിട്ടുള്ള താരം. 70 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കപ്പെടുന്നത്. ഇനി 3ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം. 21 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം, ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരം. ഇപ്പോൾ തന്നെ റയലിൻ്റെ മുന്നേറ്റത്തിൽ വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതുകൂടി കണക്കാക്കുമ്പോൾ ഭാവിയിൽ വലിയൊരു താരമായിട്ട് അദ്ദേഹം വളരാനുള്ള എല്ലാ സാധ്യതകളും കണക്കാക്കപ്പെടുന്നു. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കപ്പെടുന്നത് നോക്കുക, 180 മില്യൺ യൂറോയാണ്. 2ാം സ്ഥാനത്ത് ഫ്ലോറിയൻ വേർഡ്സാണ്. ബയർ ലെവർക്യൂസൻ്റെ ജർമ്മൻ സൂപ്പർ താരം. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 140 മില്യൺ യൂറോ. 1ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ അല്ലാതെ മറ്റാര്. 17 വയസ്സേ ഉള്ളൂവെങ്കിലും പയ്യൻ ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കുകയില്ലേ. വിസ്മയിപ്പിക്കുന്ന നീക്കങ്ങൾ, വിസ്മയിപ്പിക്കുന്ന വെടിച്ചില്, ഗോളുകൾ, അസിസ്റ്റുകൾ എല്ലാം കൊണ്ടും കളം നിറഞ്ഞാടുന്ന ലാമിൻ യമാലിൻ്റെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 180 മില്യൺ യൂറോ ആണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് അണ്ടർ-21 പ്ലേയേഴ്സിൽ 1ാം സ്ഥാനത്ത് ലാമിൻ യമാൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.